കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തഖാഫി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ PSK മൊയ്തു ബാഗവി, IMK ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മജീദ് കക്കാട്, CP സെയ്തലവി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഖവി തങ്ങൾ പന്തൽ കാൽനാട്ടൽ ചടങ്ങിന് നേതൃത്വം നൽകി. 10,000 സ്ഥിരം പ്രതിനിധികളും 3 ലക്ഷം സന്ദർശകരും എത്തുന്ന സമ്മേളന നഗരിയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. സമ്മേളന പ്രോഗ്രാമുകൾക്ക് പുറമെ വിവിധതരം എക്സ്പോകൾ, പുസ്തകലോകം, എജുസൈൻ തുടങ്ങിയ അനുബന്ധ പരിപാടികൾക്ക് കൂടി ആവശ്യമായ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്ന പന്തലിന്റെ കാൽനാട്ടൽ കർമ്മമാണ് നടന്നത്. 9 കേന്ദ്രങ്ങളിൽ പ്രത്യേകം നിശ്ചയിച്ചു നൽകിയ മഖാമുകളിലെ സിയാറത്തിനു ശേഷമാണ് പ്രവർത്തകരും സംഘടനാ സാരഥികളും സമ്മേളന നഗരിയിലേക്ക് എത്തിയത്. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ആമ്പല്ലൂരിൽ ഡിസംബർ 27, 28, 29 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായി. അതിൻ്റെ സെഞ്ചുറി 100 പ്രകാശ വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ 2026 കേരള ചരിത്രത്തിൽ തന്നെ കാലമത്രയും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത മഹാസമ്മേളനങ്ങളും സമ്മേളന പ്രവർത്തനങ്ങളും നടക്കാനിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 2025 കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ 70ാം വാർഷികം അതിൻ്റെ സമാപനത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. സമാപന പരിപാടി 27, 28, 29 തീയതികളിൽ നമ്മുടെ ഈ വേദിയിൽ, ഈ നഗരിയിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നമ്മുടെ മഹത്തുക്കളായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും കാരണവന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. SYSന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിന്റെ ആരവങ്ങൾക്ക് തുടക്കം ആയിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരുന്നു. എല്ലാ മേഖലകളിലുമുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിലും മറ്റെല്ലാ ജില്ലകളിലും വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്.